എന്റെ അനിയത്തിമാരെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞു. അത് സുമേഷേട്ട സമ്മതിച്ചോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. കല്യാണം നടക്കണമെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. ഇപ്പഴാ ഒരു സമാധാനമായത്. നീ എന്താടി മിണ്ടാതൊരു മുനിയെ പോലെ ഇരിക്കുന്ന? എനിക്കെന്തോ സുമേഷേട്ടന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ, ഒരു ആത്മാർത്ഥത കുറവ് ഫീൽ ചെയ്തു. എന്തിനോ ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നത് ഈയിടെയായിട്ട് ആരാധന ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അവള് വല്ല പൊട്ടത്തരവും പറഞ്ഞു എഴുതി ചേച്ചി അത് കേട്ട് ടെൻഷനൊന്നും ആവണ്ട. എടി പെണ്ണെ, നീ ഇറങ്ങുന്നില്ലേ? വരാം, ഒരു മിനിറ്റ്. ഇതെന്ത് വേഷം കെട്ടാടി? ഒരുക്കം കണ്ടാ നിന്നെ പെണ്ണ് കാണാൻ ആരാണ്ട് വരുവാന്ന് തോന്നുമല്ലോ. ഈ ദിവ്യപ്രഭയ്ക്ക് കല്യാണം കഴിക്കാത്ത ആങ്ങളമാരൊന്നുമില്ലല്ലേ? മേടിക്ക് നീ എന്റെ കയ്യിന്ന്. ദിവ്യപ്രഭയ്ക്ക് ഫാഷൻ കൂടി പോയെന്നായിരുന്നു കുറ്റം. എന്നിട്ടിപ്പൊ നീയാണല്ലോ ഫാഷൻ റാണി. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കാണുന്നവരൊക്കെ ചോദിക്കണം, അയ്യോ ഇത് ഏതായി കുട്ടി? ഭാരതിയമ്മയ്ക്ക് ഇത്രയും കാണാൻ കൊള്ളാവുന്ന മോളുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ നാട്ടുകാര് വേറെ പെമ്പിള്ളേരെ കാണാഞ്ഞിട്ടല്ലേ? എനിക്കെന്തോ ഒരു കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല, നീ ഇങ്ങോട്ട് വാ. അടിപൊളി പെണ്ണ് ഇന്ന് എന്നെ കൂടെ പോരാനാ സാധ്യത. അങ്ങനെയെങ്കിൽ അങ്ങനെ കല്യാണം നടത്താനുള്ള ചെലവ് കുറഞ്ഞു കിട്ടുമല്ലോ. ഓ പിന്നെ നടന്നത് തന്നെ. ആഘോഷായിട്ട് കല്യാണത്തിന് ഒരുങ്ങി ആൾക്കാരുടെ മുന്നിൽ നാത്തൂനായിട്ട് ഞാനൊരു വിലസിട്ടേ മോൻ കെട്ടു. ഓഹോ, അപ്പൊ എനിക്ക് പെണ്ണ് കാണാനല്ല, നിനക്ക് വിലസി അടക്കാനാണ് ഈ ഉത്സാഹമൊക്കെ അല്ലേ? പിന്നല്ലാതെ. അതെ, ആങ്ങളും പെങ്ങളും കൂടി സംസാരിച്ച് നിൽക്കാതെ ഒന്ന് വന്നേ. ആ ഗോപാലൻ കാത്തു നിൽക്കായിരിക്കും. വാ. നീ വിചാരിച്ചത്ര നന്നായിട്ടില്ല. ഓ പിന്നെ ഞാൻ നന്നായിട്ടൊക്കെ ഉണ്ട്. അവൾ ഈ പറയുന്ന ന്യായങ്ങളൊന്നും നടക്കില്ല മോനെ, നടക്കരുത്. അമ്മ പറയുന്നത് പോലെ നിസ്സാരമല്ല കാര്യങ്ങള്. ഞാൻ പല രീതിയിൽ അമൃതയോട് സംസാരിച്ചു നോക്കി. പഞ്ചരത്നം വിട്ടുള്ളൊരു ജീവിതം അവൾക്കില്ല. അനിയത്തിമാരെ പിരിഞ്ഞ് എങ്ങോട്ടും വരില്ല അവള്. അവരെ ഉപേക്ഷിക്കില്ല. അമൃത അനിയത്തിമാരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അനിയത്തിമാർ അമൃതയെ ഉപേക്ഷിക്കണം. അതെങ്ങനെ സാധിക്കും? നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കുന്ന പെൺകുട്ടികളല്ല അവര്. അമൃതയുടെ നിഴലുകളാ. അവൾ അറിയാതെ ഒന്ന് ചലിക്കില്ല അനിയത്തിമാര്. എടാ, അതൊക്കെ നിന്റെ തോന്നില്ല. ഇതിനേക്കാളും വലിയ രക്തബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഡാ, എങ്കിലേ കാര്യം നടക്കൂ. എന്ത് ചെയ്യണമെന്ന് അമ്മയെ പറയുന്നത്? നീ അമൃതയെ എപ്പോഴും ഗൾഫിലെ സുഖസൗകര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പഞ്ചരത്നത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു ചാടാൻ അവളുടെ മനസ്സ് വെമ്പണം. നമുക്ക് ആ പഞ്ചരത്നം ഒഴിപ്പിച്ചെടുക്കണം മോനെ. അമൃതയേക്കാൾ എനിക്ക് ആ സ്ഥലമാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു ഷോപ്പിംഗ് മാളോ ഫ്ലാറ്റോ വന്നാലുണ്ടല്ലോ, കോടികളുടെ കച്ചവടം നടത്തും ഞാൻ. ഇതൊക്കെ നടക്കും. നമ്മുടെ പ്ലാനിംഗ് ഒന്നും നിന്റെ അച്ഛൻ അറിയാതിരുന്നാ മതി. മാത്രമല്ല, ഒരാളെ കൂടി കൂട്ടുപിടിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ആരെ? കലാവതിയെ. പഞ്ചരത്നത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതും ചെയ്യാൻ കഴിവുണ്ടവർക്ക്. വിശ്വസിക്കാവോ അവരെ? ആര് വിശ്വസിക്കുന്നു? തൽക്കാലം അമൃതയോടും അനിയത്തിമാരോടുള്ള കലാവതിയുടെ ശത്രുത നമ്മൾ മുതലെടുക്കുന്നു, അത്രയുള്ളൂ.
ഞാനൊന്ന് പോയി കാണട്ടെ കലാവതിയെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാരും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ചെക്കൻ, പേര് അഭിമന്യു. ഇത് അഭിമന്യുവിന്റെ അമ്മ ഭാരതി, അത് അനിയത്തി അശ്വതി. ഇത് അറിയാലോ, ദിവ്യപ്രഭയുടെ അമ്മ യാമിനി മേഡം. മോള് റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. രണ്ടുപേരും എന്റെ സെർവൻസാ. മോൾക്ക് ചായയും പലഹാരവും ഒന്നും എടുത്തോണ്ട് വരുന്നതിൽ വലിയ താല്പര്യമില്ല. അമ്മയേക്കാൾ വലിയ പരിഷ്കാരിയാ മോള്, മിടിക്കുക. ആ, ദിവ്യപ്രഭ മോള് എത്തിയല്ലോ. മോളെ അങ്ങോട്ടിരിക്കേ. ഈ കല്യാണം എന്തുകൊണ്ടും രണ്ട് കുടുംബക്കാർക്ക് യോജിച്ചതാണ്. എത്ര നാള് മുമ്പേ ഞാൻ ഈ പ്രപ്പോസൽ മുന്നോട്ട് വച്ചതാ. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടിയാ ഇത്രയും കാലതാമസം വരുത്തി. ഞങ്ങള് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ദേ വൈകിപ്പിച്ചത് ഇവരാ. അഭിമന്യുവിന് വേറെ കല്യാണം തീരുമാനിച്ചു എന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇവൾക്ക് വേറെ കുറെ നല്ല ആലോചനകൾ വന്നിരുന്നു. കുടുംബപരമായ ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വൈകിയത്. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉള്ളതല്ലേ. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഒരുപാട് ആലോചിക്കാനില്ലേ. ആലോചിച്ചാലും അന്വേഷിച്ചാലും എന്റെ മോളെ കുറിച്ച് ആരും ഒരു ദോഷവും പറയില്ല. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. മോളുടെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ. ആ, ദിവ്യയുടെ അഭിമന്യുവിന്റെ ഇഷ്ടങ്ങളാണല്ലോ പ്രധാനം. എന്തു പറയുന്നു മോളെ? അമ്മേ, എനിക്ക് അഭിമന്യുവിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്നാ പിന്നെ കുട്ടികൾ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതിനെന്താ, അവരല്ലേ സംസാരിക്കേണ്ടത്. ചെല്ലു മോനെ. ചെല്ലേട്ടാ. വരൂ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച ചിങ്ങം കഴിയുന്നതിന് മുമ്പേ നമുക്കിതങ്ങ് നടത്താം. ദേ, പെണ്ണും ചെറുക്കനും തമ്മിൽ പരസ്പരം ധാരണയായ അടുത്ത മുഹൂർത്തത്തിൽ നടത്താനും ഞങ്ങൾ തയ്യാറാ. എനിക്ക് ഒറ്റ മോളല്ലേ, അവളെ കെട്ടിക്കാനുള്ള ക്യാഷൊക്കെ പണ്ടേ ഞങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതല്ലേ ഇവൾക്കുള്ളതല്ലേ. ഞങ്ങൾ അത്രയ്ക്ക് പണക്കാരൊന്നും അല്ലെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പ വേണമെങ്കിലും കല്യാണം നടത്താം. ആദ്യം അവര് തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. അഭിമന്യുവിന് വയ്യായ്ക എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ലില്ല,
എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ അഭിമന്യുവിനെ കണ്ടപ്പോ മുതൽ ശ്രദ്ധിക്ക്, എന്തോ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്തു. അങ്ങനൊന്നുമില്ല. ചിലർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ലൈക്ക് കല്യാണം, പെണ്ണ് കാണൽ ചടങ്ങ്, അതുപോലൊരു സദസ്സിനെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോ ഒരു തരം നെർവസ്നെസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോ അതായിരിക്കും. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. പണ്ടേ എന്റെ പ്രകൃതം അങ്ങനെ തന്നെ. ഓവർ സ്മാർട്ടാണ് ഞാനെന്ന് പറയുന്നവരും ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റേതായ ഒരു രീതിയൊക്കെ ഉണ്ട്. അല്ല, അഭിമന്യു ഒന്നും പറയുന്നില്ല, എന്തു പറ്റി? താനിങ്ങനെ സംസാരിക്കല്ലേ, ഞാനത് കേട്ട് നിൽക്കായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് പോസിറ്റീവായോ നെഗറ്റീവായോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി. അതെന്താ? അല്ല, ദിവ്യപ്രഭ തന്നെയല്ലേ തൊട്ടു മുമ്പേ പറഞ്ഞത്, തനിക്ക് എല്ലാ കാര്യത്തിലും തൻ്റെതായ ചില രീതികളുണ്ടെന്ന്. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണെന്ന്. ഓ, there you are. നമ്മൾ തമ്മിൽ ഉറപ്പായും കല്യാണം കഴിക്കാം. അഭിമന്യു ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ലിബറൽ മെന്റാലിറ്റി, പിന്നെ ഈ സ്വാതന്ത്ര്യം, പിന്നെ മറ്റുള്ളവരുടെ രീതിക്കനുസരിച്ചുള്ള പെരുമാറ്റം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഒരു ഭാര്യ എന്ന നിലയിൽ അഭിമന്യുവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോടായാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു പരിധി കഴിഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഒരു ഭാര്യ എന്ന നിലയിൽ ചില അധികാരങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ അഭിമന്യുവിനോട് എടുത്തു പോകും. അതൊരു നല്ല രീതിയല്ലല്ലോ. അതെന്താ? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ അതിന്റെ ഒരു മര്യാദ. അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്റേതൊരു പ്രത്യേകതര സ്വഭാവ. ഒരുപക്ഷെ ഒറ്റമോളായിട്ട് വളർന്നതിന്റെ പ്രശ്നമാവും. ഇപ്പോ ഞാനിങ്ങനെ എന്നെ കുറിച്ച് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇത് നമ്മുടെ ജീവിതത്തില് കല്ലുകടിയാവും. ആദ്യമേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാ അത്ര എളുപ്പമാവില്ലേ? എന്നുവെച്ച് ഞാൻ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നക്കാരിയാണെന്ന് വിചാരിക്കണ്ട. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ ഞാനും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും, അതുറപ്പ്. ഫാമിലി ലൈഫിൽ ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എക്സാക്ട്ലി. ഞാൻ എന്റെ ഭാഗത്ത് നിന്നും പരമാവധി ശ്രമിക്കാം. പക്ഷേ അഭിമന്യു ഇത്തിരി കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. എനിവേ, എനിക്ക് അഭിമന്യുവിനെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അഭിമന്യുവിന് എന്നെയോ? തീരെ സഹിച്ച് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ അധികം നേരം നിൽക്കില്ല. ഗ്രേറ്റ്. അപ്പോ ഇത്രയും സമയം എന്റെ കൂടെ ചെലവിട്ടത് എന്നോടുള്ള ഇഷ്ടമായി കണക്കാക്കുന്നു ഞാൻ. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് പോയാലോ? വരും. ഇരിപ്പായിട്ടാ ഇത്? നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടി തല പുണ്ണാക്കണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ കല്യാണം വേണ്ട, അത്ര തന്നെ. അതെ, എനിക്കെന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നിനക്കോടി മോളെ? കുഴപ്പമൊന്നുമില്ല, നല്ല സ്മാർട്ടാ. സ്മാർട്ട്നെസ് കുറച്ച് കൂടിപ്പോയി. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ, സ്വന്തം അഭിപ്രായം വെട്ടി തുറന്നു പറയും. ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇവന് വേണ്ടെങ്കിൽ വേണ്ടാന്നേ. ഇനി വല്ല പട്ടിക്കാട്ടിലും പോയി പെണ്ണ് നോക്കാം, അപ്പൊ ഇവന് ഇഷ്ടപ്പെട്ടത് കിട്ടും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് കുറച്ചുകൂടി അടക്കൊതുക്കൊക്കെ ഉള്ള അമൃതയെ പോലൊരു പെണ്ണ് അല്ലേ? അവളുടെ പേര് ഇവിടെ മിണ്ടി പോരുത്. എന്റെ ചെറുക്കനെ വെറുതെ മോഹിപ്പിച്ചിട്ട്. എനിക്ക് അവളൊരു മോഹം തന്നിട്ടില്ല. അമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. എനിക്ക് കേക്കണ്ട അവളെ കുറിച്ച്. ഈ കല്യാണം വേണ്ടെങ്കിൽ വേറൊരു കല്യാണം. അവളുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ ഞാൻ നിന്റെ കല്യാണം നടത്തും. എന്തായാലും ഇതിപ്പോ വേണ്ടാന്ന് ഗോപാലിനെ വിട്ട് പറയിപ്പിക്കാം. ഇതല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ കെട്ടണ്ടേ? അല്ലാതെ അമ്മ എന്നെ വെറുതെ വിട്ടില്ലല്ലോ. ഇല്ല, നിന്റെ കല്യാണം നടത്തിയേ പറ്റൂ.
ഇനി വേറൊരാളെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അവക്കും ഇതുപോലെ എന്തെങ്കിലും കുറ്റവും കുറവും കാണില്ലേ? അതാ പറഞ്ഞത് നമ്മള് പോയി കണ്ട ഈ കല്യാണം തന്നെ മതിയെന്ന്. അതെ, നല്ല സ്നേഹമുള്ള വീട്ടുകാരാ. ആവശ്യത്തിന് സ്വത്തുണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. മാത്രമല്ല ജോലിയുണ്ട്. കണ്ടാലും നല്ലത്. ഇതങ്ങ് ഉറപ്പിക്കുന്ന ഏട്ടാ നല്ലത്. ഉറപ്പിക്കട്ടെ. ഉറപ്പിച്ചു. ഇപ്പൊ സമാധാനായല്ലോ. എന്റെ ഭഗവാനെ, ജട കെട്ടി തുടങ്ങി മുടിയില്. തീരെ ശ്രദ്ധയില്ല പെണ്ണിന്. അമൃതേച്ചി, അമൃതേച്ചി, ദേ അവിടെ അച്ഛൻ. എവിടെ? ദേ ഉമ്മറത്ത് വന്നിട്ടുണ്ട്. ആരും ഇല്ലേടി അകത്ത്? നീ അങ്ങോട്ടൊന്നും ചെല്ല്. പഴക്കിനായിരിക്കും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, തിരിച്ചൊന്നും പറയണ്ട. ഞാൻ പുറകെ വന്നോളാം. ചെല്ല്. നീ എവിടേക്കടി പോന്നേ? ഇവിടെ ഇരിക്കെ. ആണെങ്കിൽ പോരുത്. ഇരിക്കെ. ഇരിക്കാൻ. എന്താടി വിളിച്ച ഇറങ്ങി വരാനൊക്കെ താമസം? ഞാൻ അകത്തായിരുന്നു. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ? പഠിക്കാൻ പോകുന്നില്ലല്ലോ. PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ജോലിയൊക്കെ വാങ്ങിച്ചാ നിനക്ക് കൊള്ളാം. വേറൊരു വീട്ടിൽ ചെന്ന് ജീവിക്കേണ്ടതാ. ആ, നിന്റെ ചേച്ചി എവിടെ? അകത്തുണ്ട്. ഒന്നിങ്ങ് വരാൻ പറ, ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ചില നല്ല കാര്യങ്ങൾക്കായിട്ട് വന്നതാ ഞാൻ. ആ, നടി കുറച്ച് ലഡുവാ, തിന്നോ. എനിക്ക് മധുരം ഇഷ്ടമല്ല. വാങ്ങിക്കോ. നമുക്ക് അകത്തേക്കിരിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ ചില തീരുമാനങ്ങളുമായിട്ട് വന്നതാ. നീ ഇരിക്കെ. വേണ്ട, കാര്യം പറ. എന്റെ കണക്കൂട്ടിൽ വെച്ച് നിനക്കിപ്പോ കെട്ടുപ്രായം കഴിഞ്ഞു. നിന്റെ അമ്മയെ ഞാൻ കെട്ടുമ്പോ 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക്. അത്ര ചെറുപ്പത്തിലെ കഷ്ടപ്പാട് തുടങ്ങിയിരുന്നു അമ്മയ്ക്ക്, അല്ലേ? മിണ്ടാതിരിയാക്കില്ലേ? നിന്റെയൊക്കെ ഈ സ്വഭാവമാണ് മാറ്റേണ്ടത്. അച്ഛൻ വന്ന കാര്യം പറ. എനിക്ക് 100 വട്ടം പണിയുള്ളതാ. ഞാൻ കലാവതിയുടെ അനിയൻ ചക്കനെ കുറിച്ച് പറയാൻ വന്ന. അവനിപ്പോ ഈ വണ്ടി കച്ചവടവും സ്ഥല കച്ചവടവും ഒക്കെ ആയിട്ട് നല്ല ബിസിനസ്സാ. കാശുണ്ടാക്കാൻ ബഹുമിടുക്കനാ. അവൻ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു. നിന്നെ വലിയ കാര്യം അവനെ കെട്ടിച്ച് തന്നേക്കാവോ അളിയാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ നല്ല ബന്ധമാണ്. കലാവതിയുടെയും അവന്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള തൊഴിലും അറിയാം. പിന്നെ നിന്റെ ഈ ഹോട്ടൽ അത് നടന്നോട്ടെന്നേ. അവൻ വന്ന് നിന്ന് സഹായിക്കുകയും ചെയ്യും. പിന്നെ കലാവതിയുമായിട്ടുള്ള ഈ വഴക്കും അങ്ങ് തീരും. എന്തായാലും ഞാനതങ്ങ് തീരുമാനിച്ചു. ഒറ്റയ്ക്കോ? പിന്നില്ലാതെ.
അച്ഛനായ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പിടിപ്പത് പണിയുണ്ട്. അച്ഛൻ പോ. എന്നാ പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാം അല്ലേ? നോക്കിക്കോ. മുഹൂർത്തം മാത്രമല്ല, അയാൾക്ക് ചേർന്ന ഒരു പെണ്ണിനെ. ഓ, അന്ന് വഴക്കുണ്ടായതും അവനെന്തോ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെയാണ് നിന്റെ മനസ്സിൽ അല്ലേ? അതങ്ങ് മറന്നുകളാ. അവനുള്ള ശിക്ഷയും കൊടുത്തല്ലോ നിന്റെ അനിയത്തി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന് ശരിക്കും അതിൽ വിഷമമുണ്ട്. നിന്നോട് നേരിട്ട് വേണമെങ്കിൽ ക്ഷമ പറയാനും അവൻ തയ്യാറാ. നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും അവൻ. ഇക്കാര്യത്തിൽ ആരോടെങ്കിലും അച്ചാരം വാങ്ങിച്ചിട്ടാണ് അച്ഛൻ വന്നതെങ്കിൽ അതങ്ങ് മടക്കി കൊടുത്തേക്ക്. പിച്ച തേണ്ടി നടക്കുന്ന ഒരുത്തനെ കെട്ടേണ്ടി വന്നാലും ശരി, ആ വൃത്തികെട്ടവന്റെ മുന്നിൽ തല നീട്ടി കൊടുക്കില്ല ഞാൻ. ഇങ്ങനൊരു ആലോചനയിട്ട് വരാൻ എങ്ങനെ തോന്നി അച്ഛന്? അവനെ കാണുമ്പോ വെറുപ്പല്ല, അറപ്പാ എനിക്ക്. നീയേ അത്രയ്ക്ക് നല്ല പിള്ളിയൊന്നും ആവണ്ട. പേരുദോഷം കേൾപ്പിച്ച നിന്നെ കെട്ടാൻ പിന്നെ ആര് വരും?